Okay. Today we'll see shift register counters. We were discussing about shift registers in the last class. What are shift registers? They are flip-flops arranged to store data. Shift registers can transfer data in between them according to the connections given. So there are 4 types of shift registers we have seen: serial in, serial out, serial in, parallel out, parallel in, serial out, and parallel in, parallel out. So what are the applications of shift register? I've asked you to search for or find out what are the applications of shift registers. Can anyone tell what are the application of a shift register? Can it be used for any arithmetic operation? എന്തെങ്കിലും arithmetic operation ചെയ്യാൻ shift register use ചെയ്യാൻ പറ്റുമോ? Of course, it can be used for data storage and change the data direction or data processing, like the serial data can be converted into parallel form and the parallel data can be converted into serial form using shift registers. Then anybody? Any other applications of shift register? Okay, can all of you type what are the materials you are looking for, or you are searching, or you are referring for logic circuit design other than the class PPTs? ഒന്ന് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യൂ. ക്ലാസ്സിലുള്ള PPTയോ അല്ലെങ്കിൽ ക്ലാസ്സിലെ വീഡിയോ അല്ലാതെ LCDക്ക് വേണ്ടി വേറെ ഏതെങ്കിലും ഒരു സോഴ്സ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് ഒന്ന് മെസ്സേജ് ചെയ്യൂ, ടൈപ്പ് ചെയ്യൂ. ഹലോ, ആരുടെയും മെസ്സേജ് ഞാൻ കാണുന്നില്ല. ടൈപ്പ് ചെയ്യൂ. KTU notes textbook means which textbook? അറ്റ്ലീസ്റ്റ് ഓതറിന്റെ ഒരു പേര് അതാണ്. രണ്ടുപേരും എന്തെങ്കിലും റെസ്പോണ്ടെങ്കിലും ചെയ്തുള്ളൂ. ബാക്കിയുള്ളവർ എന്താണ് നിങ്ങൾ LCD ഇതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യുന്നത്? ഞാൻ അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേര് വിളിച്ച് വേഗം ടെക്സ്റ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യൂ. അല്ലെങ്കിൽ എനിക്ക് പേര് വിളിച്ച് ചോദിക്കേണ്ടി വരും. ബാക്കിയുള്ളവർ എന്താ ഈ ടെക്സ്റ്റ് ബോക്സിൽ എന്തെങ്കിലും ഇടാത്തവരെ മുഴുവൻ ഞാൻ പേര് വിളിച്ച് മൈക്ക് ഓൺ ചെയ്ത് പറയാൻ പറയും കേട്ടോ. അപ്പൊ എന്താണ് നിങ്ങൾ റെഫർ ചെയ്യുന്നത്? ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത്, നത്തിങ് എൽസ്, അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ ടൈപ്പ് ചെയ്യൂ. ട്രയോ ഓക്കെ. ഇപ്പൊ കുറെ പേര്
യൂട്യൂബ് ചാനൽസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ആപ്ലിക്കേഷൻസ് നിങ്ങൾ നോക്കിയില്ലേ? നോക്കൂ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ റെഫറൻസ് ഒന്നും ഇതൊന്നും പോരാ കേട്ടോ. ഇതൊക്കെ എന്താ പറയാ, ഏറ്റവും ശരിക്കും നമ്മൾ പറയില്ലേ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത റെഫറൻസ് എന്ന്, അതുപോലെയാണ്. ഏറ്റവും അത്യാവശ്യത്തിൽ അല്ലെങ്കിൽ എമർജൻസിയിൽ യൂസ് ചെയ്യാം എന്നല്ലാതെ ഒരു റെഗുലർ ക്ലാസ്സിന്റെ ടൈമിൽ നിങ്ങൾ ഇതൊന്നും യൂസ് ചെയ്യരുത്. കാരണം ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കുകളെങ്കിലും നിങ്ങൾ നോക്കണ്ടേ? ടെക്സ്റ്റ് ബുക്കുകൾ, അതിനാണ് ടെക്സ്റ്റ് ബുക്സ് ആൻഡ് റെഫറൻസ് ബുക്സ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് നോക്കിയാലേ നിങ്ങൾക്ക് ഓതന്റിക് ആയ ഇൻഫർമേഷൻ കിട്ടുള്ളൂ. അത് നോക്കുന്ന ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോവാനാണെങ്കിൽ, ഇലക്ട്രോണിക്സ് ഫീൽഡിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുള്ളവർ അങ്ങനെ നോക്കുക തന്നെ വേണം. ഹയർ സ്റ്റഡീസ് ആയാലും ജോബ് ആയാലും ഇലക്ട്രോണിക്സ് ഫീൽഡിൽ നിൽക്കാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ നിൽക്കാൻ പ്ലാൻ ചെയ്യുന്നവർ ഇങ്ങനത്തെ റെഫറൻസ് പോരാ. ഈ യൂട്യൂബ് ചാനൽസ് ഒക്കെ നിങ്ങൾ സ്വയം കോഴ്സസ് അല്ലെങ്കിൽ NPTEL കോഴ്സസിന്റെ യൂട്യൂബ് ചാനൽസ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. കാരണം IIT ആണ്, IIT ഓർ IISc ഫാക്കൽറ്റിയാണ് അത് ഡീൽ ചെയ്യുന്നത്. അവരുടേത് യൂട്യൂബ് ചാനൽസ്, the classes are very good and they will provide only authentic information. ബാക്കിയുള്ള യൂട്യൂബ് ചാനൽസിൽ യാതൊരു ഓതന്റിസിറ്റിയും ഇല്ല. മേ ബി ഗുഡ്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളൊരു ഫസ്റ്റ് ലെവൽ പഠിക്കുമ്പോൾ, ആദ്യം പഠിക്കുമ്പോൾ തെറ്റായി പഠിച്ചാൽ അത് ശരിയാവില്ല, അത് പിന്നെ മാറില്ല. അതുകൊണ്ട് ആദ്യം പഠിക്കുമ്പോൾ ഇങ്ങനെ ഓതന്റിക് ആയ, അതുകൊണ്ടാണ് എപ്പോഴും സ്വയം കോഴ്സസിന്റെ യൂട്യൂബ് ചാനൽസ് അല്ലെങ്കിൽ NPTELന്റെ യൂട്യൂബ് ചാനൽസ് നോക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ IIT പ്രൊഫസേഴ്സിന്റെ. ബാക്കിയുള്ളവരുടേത് നമുക്ക് അറിയില്ല, ഒരു റിസ്ക് എടുക്കലാണ്, ചിലപ്പോൾ തെറ്റാം. ആസ് വിത്ത് എനി യൂട്യൂബ് ചാനൽ അവർ പറയുന്ന ഇൻഫർമേഷനൊക്കെ, കാരണം അവർക്ക് യാതൊരു കമ്മിറ്റ്മെന്റും ഉണ്ടാവണം എന്നൊന്നും ഇല്ല. അപ്പോൾ അത് നമുക്ക് സോഴ്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കറക്റ്റ് ആണെന്ന് ഉറപ്പാക്കാൻ നിങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത്. കാരണം അതിൽ നോക്കി എന്തായാലും ഓതന്റിക് ആയ ഇൻഫർമേഷൻ കിട്ടും, അല്ലെങ്കിൽ കറക്റ്റ് ആയ ഇൻഫർമേഷൻ കിട്ടും എന്നുള്ളത് കൊണ്ട്. ഓക്കെ, എന്നിട്ട് ആരും ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ആപ്ലിക്കേഷൻ ഒന്നും നോക്കിയിട്ടേ ഇല്ല. നോക്കൂ, നിങ്ങളുടെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, S3 മുതലുള്ള സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് ഗേറ്റിനും ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ സാധാരണ റെഗുലർ ക്ലാസ്സിന്റെ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ചെന്തെങ്കിലും എക്സ്ട്രാ നോക്കാൻ സമയം കിട്ടൂ. എക്സാം ഒക്കെ അടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന് പഠിക്കാനുള്ള അല്ലെങ്കിൽ ആ പോർഷൻസിന് പഠിക്കാനുള്ള സമയമുള്ളൂ. അപ്പോൾ ഈ സമയത്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ നോക്കാൻ പറ്റുന്നത്. എക്സ്ട്രാ അല്ല, ഇതിനു വേണ്ടി കുറച്ചുകൂടെ ഒരു വൈഡ് റീഡിങ് നടത്താൻ പറ്റുന്നത്. അതൊന്ന് ഡെവലപ്പ് ചെയ്താൽ. എന്നിട്ട് പോലും ചാറ്റ് എനിക്ക് എത്ര പേരുടെ കിട്ടിയിരിക്കുന്നത്? ഒരു 26 പേരുടെ ചാറ്റേ കിട്ടിയുള്ളൂ. ഈ 38-ൽ 12 പേര് ഇപ്പോഴും മിണ്ടാതിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഓൺലൈൻ ക്ലാസ് ആണ്. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഓരോരുത്തരെയും എന്നും വിളിച്ച് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ടൈം പോവാണ്. അപ്പൊ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. അല്ലാതെ ഇതെങ്ങനെ ഒരു വൺ ടൈം ഇങ്ങനെ പറഞ്ഞില്ലേ, ക്ലാസ് ആണ്, ഒരു സിനിമ കാണുന്ന പോലെയോ അങ്ങനെയൊന്നും ഇത് നടക്കുന്ന കാര്യമില്ല. ഈ നോട്ട്സിന്റെ ഒരു കുഴപ്പം തന്നെ, ഓഫ് കോഴ്സ് അതൊരു കൺസോളിഡേറ്റഡ് ഫോമിൽ നിങ്ങൾക്ക് കിട്ടും. ഈവൻ ഞങ്ങൾ പോലും ഇപ്പോഴാണ് നോട്ട്സ് തന്നു തുടങ്ങി. അല്ലെങ്കിൽ അത് തരാത്തത്, നോട്ട്സിൽ എപ്പോഴും ഒരാളിന്റെ വ്യൂ ആണ് എഴുതുന്നത്. പക്ഷെ ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഡെവലപ്മെന്റ് വേണം. അതൊക്കെ വേണ്ടത് ബുക്ക് വായിക്കുമ്പോൾ ആണ്. അപ്പൊ ആരും ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ആപ്ലിക്കേഷൻ നോക്കിയതേ ഇല്ല. Okay, now we'll see what is today.
we will see ring counter and Johnson counter, which is also known as shift register counters. So shift registers can form useful counters by circulating a pattern of zeros and ones. And the counters belonging to this category, two types, they are ring counter and Johnson counter. This is the circuit diagram of a 4-bit ring counter. You draw this circuit diagram. All of you should draw this circuit diagram. There are 4 D flip-flops and see the connection in between them. The output of the last flip-flop is connected, fed back to the input of the first flip-flop. And clock is simultaneously applied to all the flip-flops. ഇതൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യണമെങ്കിൽ വെറുതെ ഇത് കണ്ടിരുന്നാൽ പോരാ, വരയ്ക്കുക തന്നെ വേണം. സോ യു ഷുഡ് ഡ്രോ. വരയ്ക്കൂ ഇത്. You need not take these values 1 0 എന്ന് എഴുതിയിരിക്കുന്നത്, അതൊന്നും വേണ്ട. ഡയഗ്രം മാത്രം, കണക്ഷൻസ് മാത്രം വരച്ചാൽ മതി. 4 ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഫസ്റ്റിന്റെ ഔട്ട്പുട്ട് സെക്കൻഡിന്റെ ഇൻപുട്ടിലേക്ക്, സെക്കൻഡിന്റെ ഔട്ട്പുട്ട് തേർഡിന്റെ ഇൻപുട്ടിലേക്ക്, തേർഡിന്റെ ഔട്ട്പുട്ട് ഫോർത്തിന്റെ ഇൻപുട്ടിലേക്ക്, ഫോർത്തിന്റെ ഔട്ട്പുട്ട് അഗെയിൻ ഫെഡ് ബാക്ക് ടു ഫസ്റ്റിന്റെ ഇൻപുട്ടിലേക്ക്. ആ കണക്ഷൻ വരയ്ക്കണം. ഫ്ലിപ്പ് ഫ്ലോപ്പ് ആകുമ്പോൾ പിന്നെ ക്ലോക്ക് വേണം. ക്ലോക്ക് നോക്കൂ, സിംഗിൾ ക്ലോക്ക് ലൈനിൽ നിന്നാണ് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും ക്ലോക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ദർ ഈസ് ക്ലിയർ ആൻഡ് പ്രീസെറ്റ്. ക്ലിയർ ഉണ്ട്, എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും ക്ലിയർ എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് ഉണ്ട്. ഓക്കെ, എനിക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് പറഞ്ഞപ്പോൾ ഇപ്പൊ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ തന്നെ ക്ലിയർ എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് ഉണ്ടായിരുന്നല്ലോ. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ ക്ലിയർ ഇൻപുട്ട്? അശ്വിൻ രാജ് അവിടെ ഇല്ലേ? അശ്വിൻ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ, എന്നിട്ട് പറയൂ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ക്ലിയർ ഇൻപുട്ട്? അശ്വിൻ രാജ്, അശ്വിൻ രാജ് അവിടെ ഇല്ലേ? അശ്വിൻ രാജ് ഇല്ല. അപ്പോ എന്താ ചെയ്യുന്ന? ഫോൺ ഓൺ ചെയ്തിട്ട് പോയാ. കൃതുൽ ഒന്ന് പറയും. കൃതുൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയും. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ക്ലിയർ ഇൻപുട്ട് ഇൻ എ ഫ്ലിപ്പ് ഫ്ലോപ്പ്? കൃതുലും ഇല്ല, 15 ഇല്ല, 24 ഇല്ല. ഇനി തൊട്ട് ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ വിളിക്കുമ്പോൾ അപ്പോൾ ഇല്ലാത്തവർക്ക് എന്തായാലും അറ്റൻഡൻസ് തരില്ല. കാരണം കുറേ നാളെ നിങ്ങൾ ജെനുവിനായിട്ടാണോ ഇല്ല എന്ന് പറയുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോൾ വരും നെറ്റ്വർക്ക് പ്രോബ്ലം.
ഹൃദുൽ എന്താ മൈക്ക് ഓൺ ചെയ്യാൻ പറ്റണില്ലേ? ഈ റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നവർ മുഴുവൻ ക്ലാസ് കമ്മിറ്റിയിലോ അല്ലാത്തപ്പോ ഒന്നും റേഞ്ച് ഇഷ്യൂ പറയുന്നില്ലല്ലോ. അതാണ് പ്രശ്നം. അവിടെ ഒന്നും പറയുന്നില്ല. അപ്പൊ അവരിപ്പോ കുറെ തവണ ഒരു ഇതെടുത്തല്ലോ, റിപ്പോർട്ട് എടുത്തല്ലോ, റേഞ്ച് ഇഷ്യൂ ഉണ്ടോ, ഇത് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടോ, അപ്പൊ ഒന്നും ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ലാതെ ക്ലാസ് സാധാരണ എടുക്കുമ്പോഴും ഇല്ല. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞാൽ അപ്പൊ വരും റേഞ്ച് ഇഷ്യൂ. ഈ നിങ്ങളോട് ചോദിക്കുന്ന ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടെ ആളുണ്ട്, കുറെ പേരുടെ വീട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഇത് ഓൺ ചെയ്ത് അവിടെ മിനിമൈസ് ചെയ്ത് വെച്ചിട്ട് വേറെ പരിപാടികളാണ് ഫോണിൽ തന്നെ ചെയ്യുന്നത്. നവാഫ് ഉണ്ടോ? നവാഫ് ആര് വിളിച്ചാലും ഇല്ല. എന്താണ് ആര് വിളിച്ചാലും ഇല്ലാത്തത്? എനിക്കിത് അത്ര വലിയ രസമുള്ള ഏർപ്പാടൊന്നും ഇല്ല കേട്ടോ, ഓരോരുത്തരെ വിളിച്ച് ഇങ്ങനെ ചോദിക്കുന്നത്. നീതു മാർട്ടിൻ, നീതു പറയൂ, എന്താണ് ക്ലിയർ ഇൻപുട്ടിന്റെ യൂസ്? അത് ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ചെയ്യാനല്ലേ? ഓക്കെ, റീസെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? Q equal to 0. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ നീതു, ശരി. ഓക്കെ, നീതു മൈക്ക് ഓഫ് ചെയ്തോളൂ. ഇത്രയും പറയാനാണ് ഈ നേരത്തെ ഉണ്ടായിരുന്ന ജനങ്ങളൊക്കെ ഇത്ര ഇതെടുത്തത്. ഒന്ന് മൈക്ക് ഓൺ റീസെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്ലിയർ, ആസ് ആ വാക്ക് പറയുന്ന പോലെ തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി ഉണ്ട്. സപ്പോസ് D is equal to 1 ആൻഡ് ക്ലിയർ ചെയ്യാൻ കൊടുത്തു എന്ന് വെച്ചാൽ ക്ലിയർ ക്യാൻ ബി ആക്റ്റീവ് ഹൈ ഓർ ആക്റ്റീവ് ലോ. Suppose we are using an active low clear, or the flip flop is having an active low clear, and D is 1 and clear input, active low clear ആണ്, clear input 0 What will be the output of that D flip flop? Question clear ആണോ? A single D flip flop, I'm giving D input as 1 and this particular flip flop is having an active low clear. So I am connecting a logic 0 to the clear input, D1 and logic 0 to the active low clear input. What is Q? That's my question. I think question clear ആണോ? സഫ്ന ഒന്ന് ആൻസർ പറയൂ. സഫ്ന ഇല്ല. ഷാഹിർ പറ, എന്തായിരിക്കും ആൻസർ? ഷാഹിർ കേട്ടില്ല, ഒന്നുകൂടെ പറയോ? എക്കോ ഉള്ളതുകൊണ്ട് കേൾക്കുന്നില്ല. ക്വസ്റ്റ്യനോ? ഓക്കെ, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഡിയില് ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന് ആക്റ്റീവ് ലോ ക്ലിയർ ആണ് ഉള്ളത്. അപ്പൊ ഞാൻ ഡിയില് ലോജിക് 1 കൊടുത്തു, ഈ ആക്റ്റീവ് ലോ ക്ലിയറിൽ ലോജിക് 0 കൊടുത്തു. എന്തായിരിക്കും ക്യൂ എന്നാണ് ചോദ്യം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു കാരണം കൂടെ പറ, എന്തുകൊണ്ട് Q1?
അപ്പൊ ഈ ക്ലിയറിനൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ലേ? ക്ലിയർ 1 അല്ലേ അടുത്തത്? ക്ലിയർ ലോജിക് 0 ഇത് പറഞ്ഞില്ലേ, ഡി ആണ് 1. ആ ഷാഹിർ അങ്ങനത്തെ എന്തോ പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ആ ഒരു സ്ക്വയർ പെട്ടി ഒന്ന് വരച്ചു നോക്കിയേ. ഡിയിലേക്ക് 1 കൊടുത്തു, ആക്റ്റീവ് ലോ ക്ലിയർ എന്ന് പറഞ്ഞാൽ ഒരു ബബിൾ ഇട്ടിട്ടാണ് ക്ലിയർ. ആ ക്ലിയറിലേക്ക് ഞാൻ ലോജിക് 0 കൊടുത്തു എന്ന് വെച്ചാൽ ക്ലിയർ ആക്ടിവേറ്റ് ആക്കി എന്നാണ്. അപ്പൊ ക്യൂ എന്ത് വരും? ക്യൂ 0 വരും. കാരണം ഓക്കെ, ദാറ്റ്സ് ദ ആൻസർ. ക്ലിയർ ഈസ് ക്ലിയർ ഹാവിംഗ് മോർ പ്രയോറിറ്റി ദാൻ ഡി ഇൻപുട്ട്. അപ്പൊ ക്ലിയർ കൊടുത്താൽ ഇൻപുട്ടിനെ നോക്കില്ല, അത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്ലിയർ ചെയ്യും അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യും. ഓക്കെ ഷാഹിർ മൈക്ക് ഓഫ് ചെയ്തോളൂ. Okay, it's not this. So that's why ഇതിന്റെ എല്ലാത്തിന്റെയും ക്ലിയർ ഇൻപുട്ട് കണക്ട് ചെയ്ത് ഒരുമിച്ച് കണക്ട് ചെയ്ത് ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട് ഒരു കോമൺ പോയിന്റില് ക്ലോക്ക്. ദിസ് ഇസ് ദ സർക്യൂട്ട്. ദെൻ ഹൗ ദിസ് വിൽ വർക്ക് എന്നുള്ളത് ഇനീഷ്യലി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും ക്ലിയർ ചെയ്യും. എന്നുവെച്ചാൽ ഇങ്ങനത്തെ കണക്ഷനൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും ക്ലിയർ ചെയ്യും. ഇവിടെ കാണിച്ചിരിക്കുന്ന അനുസരിച്ച്, കാരണം ഇതൊക്കെ IC ആയിട്ടാണ് വരുന്നത്. ക്ലിയറിന് ആക്റ്റീവ് ലോയും ആക്റ്റീവ് ഹൈ ആയിരിക്കും. ഇവിടെ ബബിളും ഒന്നുമില്ല, അതുകൊണ്ട് ക്ലിയർ ആക്റ്റീവ് ഹൈ ആണ്. ദാറ്റ് മീൻസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ലോജിക് 1 കൊടുക്കണം. അപ്പോൾ ഇനിഷ്യലി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും ക്ലിയർ ചെയ്തിട്ട് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ മാത്രം ഒരു 1 ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ മാത്രം. എന്നിട്ടാണ് ക്ലോക്ക് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഇവിടെ മാത്രം ഒരു 1 കൊടുത്തിട്ട് ക്ലോക്ക് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ക്ലോക്കിൽ ഇവിടെ 1 0 0 0 ആയിരിക്കും. സോ ഇതായിരിക്കും 1 0 0 0 സ്റ്റേറ്റ്. ഇനി ഒരിക്കൽ ഒരു 1 കൊടുത്തിട്ട് പിന്നെ പെട്ടെന്ന് ആ 1 മാറ്റും. പിന്നെ ഈ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇനീഷ്യൽ 1 0 0 ഇവിടെയും 0 ആയിരിക്കും. ഇവിടെ ആക്ച്വലി ഇറ്റ്സ് നോട്ട് 1, ഇവിടെയും 0 ആയിരിക്കും. ആ 0 ഇങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്യും. അപ്പൊ ഈ ഒരു 1 മാത്രം ഇങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാ ഇങ്ങനെ 1 0 0 0. അടുത്ത ക്ലോക്ക് വരുമ്പോൾ അടുത്ത ക്ലോക്ക് സിഗ്നൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്പിനും ഒരേപോലെയാണ് ക്ലോക്ക് കിട്ടുക. അടുത്ത ക്ലോക്ക് സിഗ്നൽ വരുമ്പോൾ ഈ 1 അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എന്നിട്ട് പക്ഷേ ഈ സാധനമാണ് പിന്നെ ഇവിടെ ഫീഡ്ബാക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നില്ല. Q3 ആണ് വീണ്ടും ഇങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ ഈ 0 ആണ് ഇവിടെ വരിക. സോ 0 1 0 0 ആയിരിക്കും അടുത്ത ക്ലോക്ക് പൾസ് വരുമ്പോൾ എന്താ ഇവിടെയുള്ള സാധനം ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ട് വരും, ഇത് നേരെ ഇങ്ങോട്ട് വന്നു, പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഇങ്ങോട്ട് വന്നു. കാരണം എല്ലാം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും. ഫീഡ്ബാക്ക് കാരണം Q3 Q0യിലേക്ക് പോകും. അങ്ങനെ ഈ 1 ഇതിനകത്ത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. ഒരു 1 നമ്മൾ റിംഗ് പണ്ടൊരു, ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല, റിംഗ് പാസിംഗ് എന്ന് പറഞ്ഞൊരു കളി ഉണ്ടായിരുന്നു. ഒരു സിംഗിൾ റിംഗ് വെച്ച് ഇങ്ങനെ റൗണ്ടായി നിന്നിട്ട് ആ റിംഗ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതുപോലെയാണ് ഈ 1 ഇതിൽ കൂടെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കൂടെ പാസ് ചെയ്യുന്നതാണ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ ആസ് റിംഗ് കൗണ്ടർ. അപ്പൊ ഈ റിംഗ് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉള്ള ഒരു റിംഗ് കൗണ്ടറിൽ ഒരു സിംഗിൾ 1 ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ 4 സ്റ്റേറ്റ് ആണ് അതിന്റെ കൗണ്ടിങ് സീക്വൻസിലുള്ളത്. ഇതാണ് കൗണ്ടിങ് സീക്വൻസ്. ഇങ്ങനെ ഒരു 1 വരും, അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ക്ലോക്ക്, ഇത് സ്റ്റാർട്ട് സിഗ്നൽ, അത് കഴിഞ്ഞ് ആ 1 ഇങ്ങോട്ട് പാസ് ചെയ്യും, അത് കഴിഞ്ഞ് ഈ 1 ഇങ്ങോട്ട് പാസ് ചെയ്യും, അത് കഴിഞ്ഞ് ഈ 1 ഇങ്ങോട്ട് പാസ് ചെയ്യും. അങ്ങനെ എങ്ങനെയാണ് ഇതിലേക്ക് ഡേറ്റ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ആക്റ്റീവ് ക്ലോക്ക് വരുമ്പോൾ ഈ 1 അടുത്തയിലേക്ക് പാസ് ചെയ്യും. ഈ 1 വീണ്ടും ബാക്ക് ടു ദിസ്. ഇത് ആക്റ്റീവ് ക്ലോക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യാണ്. ആക്റ്റീവ് ക്ലോക്ക് വരുമ്പോൾ നോക്കൂ, കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് പാസ് ചെയ്യും. പിന്നെ ആ 1 ഇങ്ങനെ പോകും. സോ ദിസ് ഇസ് ദ ടൈമിംഗ് ഡയഗ്രാം ഓഫ് a ring counter, and this is known as the state diagram of a ring counter.
So state diagram explains the order or sequence through which the counter should pass out. And 0, 0, 0, 1. പിന്നെ അടുത്ത കാരണം LSB പൊസിഷനിൽ ഒരു 1 കയറി. പിന്നെ ആ 1 ഇപ്പുറത്തേക്ക് പാസ് ചെയ്യും. 0, 0, 1, 0. പിന്നെ ആ 1 അടുത്തതിലേക്ക് 0, 1, 0, 0. പിന്നെ 1, 0, 0. പിന്നെ ആ 1 വീണ്ടും Q3 Q0 പാസ് ചെയ്യുന്നുണ്ട്. Becomes 0. So this is the counting sequence of a 4-bit ring counter. Counting sequence of a 4-bit ring counter. Okay. എന്താണ് ഇതിനെ സ്റ്റേറ്റ് ഡയഗ്രാം എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇപ്പൊ കുറച്ച് ടേംസ് പറഞ്ഞു. സ്റ്റേറ്റ് ഡയഗ്രാം, പിന്നെ ഇത് ടൈമിംഗ് ഡയഗ്രാം. ക്ലോക്ക് സിഗ്നൽ അനുസരിച്ച് ഡിഫറെന്റ് ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ ഔട്ട്പുട്ട് സ്റ്റേറ്റ് നമ്മൾ പിക്ടോറിയലി അല്ലെങ്കിൽ വേവ് ഫോം പോലെ വരയ്ക്കുന്ന അതിനെയാണ് ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് സ്റ്റേറ്റ് ഡയഗ്രാം. അപ്പോൾ ഒരു 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉള്ള ഒരു റിംഗ് കൗണ്ടറിന്റെ ഇതാണ് ട്രൂത്ത് ടേബിൾ ഓർ സ്റ്റേറ്റ് ടേബിൾ എന്ന് ഇതിന് പറയും. കൗണ്ടർ വരുമ്പോൾ ആക്ച്വലി ട്രൂത്ത് ടേബിൾ. ബട്ട് അതിലെ കൗണ്ടറിലെ ട്രൂത്ത് ടേബിൾ സാധാരണ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടുമാണ്. കൗണ്ടറിൽ അതിന്റെ കൗണ്ടിങ് സീക്വൻസ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് അതിനെ സ്റ്റേറ്റ് ടേബിൾ എന്നും പറയും. സ്റ്റേറ്റ് ടേബിൾ ഓഫ് എ കൗണ്ടർ. ഇറ്റ് ഷോസ് ദ ഔട്ട്പുട്ട് സ്റ്റേറ്റ്സ് ഓഫ് എ കൗണ്ടർ. സ്റ്റേറ്റ് ഡയഗ്രാം ഓൾസോ shows the order or sequence through which the counter pass on. എന്ന് വെച്ചാൽ നോക്കൂ, ആരോ കാണുമ്പോൾ നമുക്കറിയാം ഈ സ്റ്റേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റേറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് ഇതായിരിക്കും. അപ്പൊ ആരോ ഇട്ട് കാണിക്കുന്നതുകൊണ്ട് ഒരു സ്റ്റേറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണെന്ന് സ്റ്റേറ്റ് ഡയഗ്രാം നോക്കിയിട്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ 4-bit റിംഗ് കൗണ്ടറിൽ ഇതാണ് ഒരു സിംഗിൾ 1 ആണ് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിൽ കൂടെയും പാസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് 4-bit റിംഗ് കൗണ്ടറിന് 4 കൗണ്ടിങ് സീക്വൻസ് ആണ് ഉള്ളത്. ഓൾ ടുഗദർ എന്ന് വെച്ചാൽ മാക്സിമം ഒരു 4-bit ഉള്ള ഒരു ഇതുപോലത്തെ ഒരു കോമ്പിനേഷന് എന്ന് വെച്ചാൽ 4-bit ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ 4 ഡിഫറെന്റ് ഔട്ട്പുട്ട്സ്, പാരലൽ ഔട്ട്പുട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലെ 4 പോയിന്റ്സിൽ നിന്ന് 4 പോയിന്റ്സിൽ നിന്ന് 4 ഡിഫറെന്റ് ഔട്ട്പുട്ട്സ് പോസിബിൾ ആണ്. അപ്പോൾ ഓൾ ടുഗദർ ശരിക്കും ഇതിന്റെ എത്ര പോസിബിൾ കോമ്പിനേഷൻസ് ഉണ്ടാവും? ഇഫ് ഇറ്റ് ഈസ് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ്, if it is a counter using 4 flip-flops, what is the maximum? ഇവിടെ ഇപ്പൊ 4 ഉള്ളൂ, പക്ഷെ മാക്സിമം പോസിബിൾ എത്ര സ്റ്റേറ്റ്സ് ഉണ്ടാവാം? മാക്സിമം പോസിബിൾ എത്ര സ്റ്റേറ്റ്സ് ഉണ്ടാവാം? 4 ഔട്ട്പുട്ട്സ്. സോ 4 വേരിയബിൾസ് ബൈനറിയിലാണ്. ബൈനറിയിലെ 4 വേരിയബിൾസിന് 2⁴ 16 പോസിബിൾ ഔട്ട്പുട്ട്സ് ഉണ്ടാവാം. ആ 16 പോസിബിൾ ഔട്ട്പുട്ട്സിൽ ഇവിടെ 4 എണ്ണമേ നമുക്ക് ഉള്ളൂ, 4 പോസിബിൾ കോമ്പിനേഷൻസേ ഉള്ളൂ. സോ ദിസ് റിംഗ് കൗണ്ടർ ഈസ് സെറ്റ് ടു ബി എ മോഡ് 4 റിംഗ് കൗണ്ടർ. മോഡ് 4, മോഡുലസ് ഓഫ് എ കൗണ്ടർ. മോഡുലസ് ഓഫ് എ കൗണ്ടർ, ഈ വാക്കും കൂടെ ഓർത്ത് വയ്ക്കും. മോഡുലസ് ഓഫ് എ കൗണ്ടർ ഈസ് ദ നമ്പർ ഓഫ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ത്രൂ വിച്ച് ദ കൗണ്ടർ അഡ്വാൻസസ്. മോഡുലസ് ഓഫ് എ കൗണ്ടർ ഈസ് ദ നമ്പർ ഓഫ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ് ഡയഗ്രത്തിലെ ഓരോ സ്റ്റേറ്റുകളും അങ്ങനെ എത്ര സ്റ്റേറ്റിൽ കൂടെ ആ കൗണ്ടർ ഇങ്ങനെ പോവും, കൗണ്ടർ അഡ്വാൻസ് ചെയ്യും എന്നുള്ളതാണ് ആ കൗണ്ടറിന്റെ മോഡുലസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡീക്കേഡ് കൗണ്ടർ. ഡീക്കേഡ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ 0 to 9 കൗണ്ട് ചെയ്യുന്ന ഒരു കൗണ്ടറിനെയാണ്, ഡീക്കേഡ് എന്ന് പറഞ്ഞാൽ 10 അല്ലേ, 0 to 9 കൗണ്ട് ചെയ്യുന്ന ഒരു കൗണ്ടറിനെയാണ് നമ്മൾ ഡീക്കേഡ് കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഡീക്കേഡ് കൗണ്ടറിന്റെ മോഡുലസ് എത്രയാണ്? 10. So what is the counting sequence of a decade counter? 0 decade counter എന്ന് പറഞ്ഞാൽ മാക്സിമം കൗണ്ട് 9 ആണ്. സോ ബൈനറിയിൽ 1 0 0 1, റൈറ്റ്? 1 0 0 1 അല്ലേ?
ഓക്കെ, ഒരു ഡീക്കേഡ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ 0 മുതൽ നമ്മൾ 1 2 എക്സെട്ര അപ് ടു 9 എന്നുവെച്ചാൽ 10 ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഉള്ളതാണ് ഒരു ഡീക്കേഡ് കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 10 ഡിഫറെന്റ് സ്റ്റേറ്റ്സ്, ഈ 9 എന്ന് പറഞ്ഞാൽ 1 0 0 1. ഓക്കെ, എന്നുവെച്ചാൽ അപ്പൊ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം ഇങ്ങനെ ഒരു കൗണ്ടറിന്. എന്നുവെച്ചാൽ ഓരോ ഈ ബിറ്റും റെപ്രസെന്റ് ചെയ്യണ്ടേ അതിന്. അപ്പൊ ഈ കൗണ്ടറിന്റെ കൗണ്ടിങ് സീക്വൻസ് എങ്ങനെ ഇരിക്കും? കൗണ്ടറിന്റെ കൗണ്ടിങ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ 0 0 0, നെക്സ്റ്റ് 0 0 0 1, നെക്സ്റ്റ് 0 0 1 0, അങ്ങനെ അത് പ്രോഗ്രസ് ചെയ്യും. നെക്സ്റ്റ് 0 0 1 1, പിന്നെ 0 1 0 0, പിന്നെ 0 1 0 1, 0 1 1 0, 0 1 1 1, 1 0 0 0 8, പിന്നെ 1 0 0 1, അങ്ങനെ അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 4 ബിറ്റ് ഉണ്ട്. ഈ 4 ബിറ്റും വെച്ച് എത്ര പോസിബിൾ കോമ്പിനേഷൻസ് ഉണ്ട്? 4 ബിറ്റും വെച്ചുള്ള പോസിബിൾ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 2⁴ അല്ലേ? 2⁴ കോമ്പിനേഷൻ ഉണ്ട്. 2⁴ എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ 16 കോമ്പിനേഷൻസിൽ ഒരു ഡീക്കേഡ് കൗണ്ടർ 10 കോമ്പിനേഷൻസിൽ കൂടെ അല്ലെങ്കിൽ 10 സീക്വൻസിൽ കൂടെ പോകുന്നുള്ളൂ. മോഡുലസ് ഓഫ് എ ഡീക്കേഡ് കൗണ്ടർ ഈസ് 10. So റിംഗ് കൗണ്ടറിന്റെ, അപ്പം റിംഗ് കൗണ്ടറിന്റെ മോഡുലസ് 4 ആണ്. Advantages can be implemented using D and JK. It is a self-T. Okay, and disadvantage, only 4 of the 16 states are being used. 15 അല്ല, ആക്ച്വലി 15 എന്ന് പറഞ്ഞാൽ 0 വിട്ടിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഇവിടെ പറഞ്ഞത്. ബിക്കോസ് 0 0 0 എന്നുള്ളത് റിംഗ് കൗണ്ടറിലെ ഒരു സ്റ്റേറ്റ് അല്ല, അതുകൊണ്ടാണ്. സോ only 4 of the 16 states are used. Okay, ഇത് യൂസിങ്, ഇവിടെ കാണിച്ചത് യൂസിങ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. യൂസിങ് ജെ കെ ആണെങ്കിൽ എങ്ങനെ ചെയ്യും? സപ്പോസ് യു ആർ ഗിവൺ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഹൗ വിൽ യു ഇംപ്ലിമെന്റ്? ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും? യു തിങ്ക് ഹൗ യു വിൽ ഇംപ്ലിമെന്റ്? സപ്പോസ് യു ആർ ഗിവിംഗ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ്. Okay. Okay, attendance പറയൂ. Number 1. 1 2 3 4 Akhil. 5 6 7 8 9 11 12 13 15. നേരത്തെയും ഇല്ല അശ്വിൻ. 16 17 18 19 20. 21 21 Okay. 22 3 23 24 25
26. 27. 28. 29. 31. 31. 32. 33. 34. 35. ഋഷിക ഇല്ല. 36. 37. 39. 40. 41. 42 ആബ്സെന്റ് ആണോ? 42 ഇല്ല. 43. ഓക്കെ. 44. 45. 46 ഇല്ല. 47. ഓക്കെ ബ്രിന്ദ. 48 ആദ്ര ഇല്ല. 48 ഇല്ല. ഓക്കെ, സോ വിൽ കണ്ടിന്യൂ. അപ്പൊ ഒന്ന് പറയൂ, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ എങ്ങനെ ചെയ്യാ? ഇത് യൂസിങ് D ആണ് പറഞ്ഞത്. JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് D ആക്കാൻ എന്ത് ചെയ്യാ? JK എങ്ങനെ D ആക്കും? K dash അല്ല, ഇൻ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ മാത്രം ഇൻ ബിറ്റ്വീൻ J ആൻഡ് K ഒരു ഇൻവെർട്ടർ വെക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് ചെയ്യുക. ബാക്കിയെല്ലാം ഈവൻ അല്ലെങ്കിൽ അതുപോലും വേണ്ട, ഫീഡ്ബാക്ക് ചെയ്യുമ്പോൾ ബിറ്റ്വീൻ J ആൻഡ് K, ജെസ് എല്ലാം ഒരുമിച്ചും കേസ് എല്ലാം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ യെസ്, ഇത് J, ഇവിടെ ഒരു K ആണെങ്കിൽ J ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ Q എടുത്ത് Jയിലേക്കും Q ബാർ എടുത്ത് Kയിലേക്കും കൊടുക്കുക. ഇതിന്റെ Q എടുത്ത് Jയിലേക്ക്, Q ബാർ എടുത്ത് Kയിലേക്ക്. ഇവിടെ അതുപോലെ J ഫീഡ്ബാക്ക് ചെയ്താൽ മതി. J മാത്രം പോരാ, ഇതിന്റെ Q എടുത്ത് Jയിലേക്കും Q ബാർ എടുത്ത് Kയിലേക്കും ഫീഡ്ബാക്ക് ചെയ്താൽ മതി. സോ ഇറ്റ് വിൽ വർക്ക്. Ring counter. So, ring counter is one type of shift register counter in which a single one is circulated among a connected flip flop. എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കണക്ഷൻ ഓക്കെ, ദിസ് ഇസ് ഇതിപ്പോ കണ്ടോ, JK വെച്ചിട്ടുള്ള കണക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. J0 Q0, എന്നിട്ട് Q0 കൊണ്ടുവന്ന് J1ലേക്കും Q0 ബാർ കൊണ്ടുവന്ന് K1ലേക്കും കണക്ട് ചെയ്യുന്നു. പിന്നെ ഇതുപോലെ Q1 കൊണ്ടുവന്ന് J2ലേക്കും Q1 ബാർ കൊണ്ടുവന്ന് K2ലേക്കും കണക്ട് ചെയ്യും. പിന്നെ Q2 കൊണ്ടുപോയി J3ലേക്ക്, Q2 ബാർ കൊണ്ടുപോയി K3ലേക്ക് കണക്ട് ചെയ്യും. പിന്നെ Q3 എടുത്ത് J0യിലേക്കും Q3 ബാർ എടുത്ത് K0യിലേക്കും. സോ ദിസ് ഇസ് ദ കണക്ഷൻ ഓഫ് എ റിംഗ് കൗണ്ടർ വിതൗട്ട് ക്ലോക്ക്. ആക്ച്വലി ക്ലോക്ക് എങ്ങനെ കൊടുക്കും എന്നുള്ള ഇവിടെ വരച്ചിട്ടില്ല, കാരണം ഇങ്ങനെ സിംഗിൾ ലൈൻ. Redrawing the ring counter without the clock shows why it is a ring. സോ ഇതുപോലെയാണ് ഒരു 1 ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ring counter with a JK flip flop. Okay, a ring is കാരണം ഒരു 1 ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യും, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യും. അപ്പോൾ ഒരു സിംഗിൾ 1 ഇതിൽ കിടന്ന് ഇങ്ങനെ ബട്ടൺ ചുറ്റും. അതിനെയാണ് റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ റിംഗ് കൗണ്ടർ അല്ലാതെ ഉള്ള വേറെ ഒരു കൗണ്ടർ ആണ് ജോൺസൺ കൗണ്ടർ. ജോൺസൺ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ് ജോൺസൺ കൗണ്ടറിന്റെ. It's also known as twisted ring counter,
Johnson counter is a modification of a ring counter. In this, the inverted output of the last stage flip-flop is connected to the input of the first flip-flop. ഫിഗർ പറയാം, അതാണ് എളുപ്പം. നോക്കൂ, നമ്മൾ നേരത്തെ ക്യൂ ആണ് റിംഗ് കൗണ്ടറിന് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ക്യൂ ബാർ ആണ് എടുത്ത് ഫീഡ്ബാക്ക് ചെയ്തത്. സോ ഇനീഷ്യലി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും റീസെറ്റ് ചെയ്തു എന്ന് വെക്കുക. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും ക്ലിയർ ചെയ്തു അല്ലെങ്കിൽ റീസെറ്റ് ചെയ്ത് അപ്പോൾ എന്താവും, എല്ലാത്തിലും 0 0 0 0. ഫസ്റ്റ് ക്ലോക്ക് വരുമ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ? ഈ ക്യൂ ബാർ ഇത് റീസെറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ക്യൂ 0 ആണ്, പക്ഷെ ക്യൂ ബാർ 1 ആയിരിക്കും. ആ ക്യൂ ബാർ ആണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട്. സോ ഓൺ ആപ്ലിക്കേഷൻ ഓഫ് ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ദ ഔട്ട്പുട്ട് വിൽ ബി QA 1 ആയിരിക്കും. 1 0 0 0. സെക്കൻഡ് ക്ലോക്ക് വരുമ്പോൾ എന്താവും? E1 ഇങ്ങോട്ടേക്ക് മാറും അല്ലേ? ഫ്ലിപ്പ് ഫ്ലോപ്പ് എയിൽ ഉണ്ടായിരുന്ന 1 ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ എയുടെ ഇൻപുട്ട് എന്തായിരിക്കും? സ്റ്റിൽ ഇറ്റ് ഈസ് എ 1 ബിക്കോസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയുടെ ഔട്ട്പുട്ട് ഇപ്പോഴും 0 ആണ്. അതുകൊണ്ട് ക്യൂ ബാർ 1 ആയിരിക്കും. അപ്പൊ സ്റ്റിൽ ദർ ഇസ് എ 1. സോ അപ്പോ നെക്സ്റ്റ് സെക്കൻഡ് ക്ലോക്ക് കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? QA 1 QB 1, റൈറ്റ്? തേർഡ് ക്ലോക്കിലോ ഇത് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും. തേർഡ് ക്ലോക്ക് കഴിയുമ്പോൾ എന്താവും? അപ്പോഴും ഡിയിലേക്ക് 1 എത്തിയിട്ടില്ല. സോ ഡിയുടെ ക്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്യൂ ബാർ 1 ആണ്. അതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എയുടെ ഇൻപുട്ട്. സോ തേർഡ് ക്ലോക്കില് ഇവിടുത്തെ 1 ഇങ്ങോട്ട് വന്നു. 1 1 1. സോ ദിസ് ഇസ് ദ കൗണ്ടിങ് സീക്വൻസ്. ഇനിഷ്യലി ഇത് ഇനിഷ്യൽ all flip flops reset. On application of first clock, QA is 1 and all others 0. Second clock, this one is transferred here. Still QD bar is fed here. So still here it is 1. So 1 1 0 0. Third clock വരുമ്പോ 1 1 1 0. ഫോർത്ത് ക്ലോക്ക് വരുമ്പോൾ 1 1 1 1. എല്ലാം 1 ആവും. എല്ലാം 1 ആവുമ്പോൾ എന്താ പറയുക? QD 1 ആവുമ്പോൾ QD ബാർ 0. QD ബാർ 0 ആവുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എക്ക് D ഓഫ് A ഇസ് 0. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈ QD 1 ആയാൽ അടുത്ത ക്ലോക്ക് QD 1 ആവുന്ന ആ പോയിന്റില് ഫ്ലിപ്പ് ഫ്ലോപ്പ് എക്ക് കിട്ടുന്ന ഇൻപുട്ട് 0 ആയിരിക്കും. അപ്പോൾ അടുത്ത ക്ലോക്കില് ആ ഇൻപുട്ടാണ് ഔട്ട്പുട്ടിൽ വരുന്നത്. സോ ഓൺ നെക്സ്റ്റ് ക്ലോക്ക് ടിക്ക് that 0 comes. So next 0 1 1 1. ഇനി അടുത്ത ക്ലോക്കിൽ ഈ 0 ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. സോ 0 0 1 1. അടുത്ത ക്ലോക്കിൽ കാരണം ഈ QD 1 ആയിരിക്കുന്നിടത്തോളം കാലം ഫ്ലിപ്പ് ഫ്ലോപ്പ് എയുടെ ഇൻപുട്ട് 0 ആയിരിക്കും. ബിക്കോസ് എയുടെ ഇൻപുട്ട് എന്താ? QD ബാർ ആണ്. അതുകൊണ്ട് സോ നെക്സ്റ്റ് ക്ലോക്ക് this 0 is transferred here. On the next clock this 0 is transferred here. So 0 0 0 1. അടുത്ത ക്ലോക്കിൽ എന്താവും? ഈ 0 ഇങ്ങോട്ട് വരും. അപ്പോൾ 0. അപ്പോൾ ഏതായി? സ്റ്റേറ്റ് ഇതായി. വീണ്ടും സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. 1 2 3 4 5 6 7 8. So there are 8 different states for a Johnson counter. So the modulus of the Johnson counter is, കാരണം ഇവിടെയും 16 പോസിബിൾ മോഡുലസ് ഉണ്ട്. അതിൽ 8 സ്റ്റേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ മോഡുലസ് ഓഫ് എ ജോൺസൺ കൗണ്ടർ ഈസ് 8 and the possible, this is the state table of a modulus, state table of a Johnson counter, and this is the state diagram. Initially 0 0 0 1. ഇതിനെ തന്നെ സ്റ്റേറ്റ് ടേബിളിനെ തന്നെ ആ സീക്വൻസിൽ പോകുന്ന സീക്വൻസിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് diagram. Okay. So this is the state diagram of a Johnson counter. Then these are all the explanation of Johnson counter. Then this is the advantage. This is Johnson counter using D flip flop. The first one. This is Johnson counter using D flip flop. This is the Johnson counter using JK flip flop. See, Q bar is fed here and Q is fed to. And this is why it is known as a twisted ring, Johnson or a twisted ring.
ബിറ്റ്വീൻ ദീസ് ടു ദർ ഇസ് ബാക്കിയെല്ലാം ദേ ജെ കെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ ജെ കെ എല്ലാം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫീഡ്ബാക്ക് കണക്ഷനിൽ മാത്രം ഒരു ട്വിസ്റ്റിംഗ് ഉണ്ട്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് നോൺ ആസ് എ ട്വിസ്റ്റഡ് റിംഗ്. ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് വി ഹാവ് സീൻ ഹിയർ. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, രണ്ടുപേരും കണ്ട് 3 പേര് ചാടിപ്പോയി കഴിഞ്ഞാൽ ആ പോകുന്നവർ പോട്ടല്ല. ഇനി ഉള്ള 28-നും 29th 30 ഒക്കെ എനിക്ക് കോളേജിൽ അഡ്മിഷൻ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ക്ലാസ് എടുക്കാൻ പറ്റുന്നതല്ല. ഞാൻ ട്യൂട്ടോറിയൽ പ്രോബ്ലം CT ലാബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ ദിവസത്തെ ഇതുവരെ എടുത്ത്. എന്ന് വെച്ചാൽ ഇതുപോലെ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിനെയും റിംഗ് കൗണ്ടറിനെയൊക്കെ ബേസ് ചെയ്ത്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ടൈമിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ ക്ലാസ്സിൻ്റെ ടൈമിൽ ആ ട്യൂട്ടോറിയൽ എടുത്ത് അത് ചെയ്തിട്ട് ഇതുപോലെ ഫോട്ടോ എടുത്ത് PDF ആക്കി അപ്ലോഡ് ചെയ്യുക ET ലാബിലേക്ക് കേട്ടോ. 28th എന്ന് വെച്ചാൽ നാളെയും, പിന്നെ ഇനി നിങ്ങൾക്ക് 29th ഹോളിഡേ അല്ലേ നിങ്ങൾക്ക്, നാളെയും 30th 2 ട്യൂട്ടോറിയൽ സെഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ വിൽ സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു.